ഈ സഭ്യത എന്നത് ആർട്ടിക്കിൾ ഉണ്ട് എന്ന് താങ്കൾ പറയുന്നു. എന്താണ് ഇതിന്റെ മാനദണ്ഡം? ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചൊരു ഷർട്ടാണിത്. ഇതിന് മേൽഭാഗത്ത് ബട്ടൺസ് ഇല്ല. ഇത് ഇത്രയും തുറന്നു കിടക്കുന്ന ഈ ഒരു ഷർട്ടാണിത്. ഇത് ഞാൻ ഇട്ടേക്കുന്നത് സഭ്യതാപരമായിട്ടാണോ? അല്ല എന്നുണ്ടെങ്കിൽ കയ്യിൽ നമ്മൾ ഒരാൾ മുണ്ടെടുത്തിട്ട് മടക്കി കുത്തി ഒരു പുരുഷൻ നടക്കുന്നത് സഭ്യതയുടെ മാനദണ്ഡത്തിൽ പെടുന്നതാണോ? ഷോർട്സ് ഇട്ടുകൊണ്ട് നടക്കുന്നത് സഭ്യതയുടെ മാനദണ്ഡത്തിൽ പെടുന്നതാണോ? സ്ലീവ്ലെസ് ആയിട്ടുള്ള ഷർട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നത് സഭ്യതയുടെ മാനദണ്ഡത്തിൽ പെടുന്നതാണോ? സാരി എന്നത് സഭ്യതയുടെ മാനദണ്ഡത്തിൽ പെടുന്നതാണോ? കാരണം സാരി ഉടുത്താലും വയറ് കാണാമല്ലോ. അപ്പം സാരി എന്നത് സഭ്യതയുടെ മാനദണ്ഡത്തിൽ പെടുന്നതാണോ? ഈ സഭ്യത എന്നതുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായും മറച്ച പർദ്ദ പോലെയുള്ള വസ്ത്രങ്ങളാണോ? എന്താണ് സഭ്യതയുടെ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ഈശ്വർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിവരക്കേടെന്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് 2 പെൺകുട്ടികളാണ് വളർന്നു വരുന്നത്. എനിക്ക് ഇവരോടൊന്ന് പറഞ്ഞു കൊടുക്കണം, മക്കളെ, രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ആർട്ടിക്കിൾ പ്രകാരം സഭ്യതയുടെ മാനദണ്ഡം, സഭ്യത വേണം നമ്മുടെ വസ്ത്രത്തിന്. അതെന്താണ് എന്നൊന്ന് മനസ്സിലാക്കി തരിക. ഇതെന്താന്ന് വെച്ചാൽ ഓരോ മനുഷ്യനും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായ അഭിരുചികളോടും ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് തെറ്റായി തോന്നിയേക്കാം. മറ്റൊരാളുടെ ശരി നമുക്ക് തെറ്റായി തോന്നിയേക്കാം. അപ്പൊ നിങ്ങൾ ആരാണ് ഈ ശരി തെറ്റുകളെ വിലയിരുത്താൻ? നമ്മുടെ രാജ്യത്ത് നിയമപ്രകാരം ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? ബോബി ചെമ്മണ്ണൂര് ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തെന്ന് ശരിയാണെന്നുണ്ടെങ്കിലും അയാളുടെ വാക്കുകളിലൂടെ ഒരു സ്ത്രീ വേദനിക്കപ്പെട്ടിട്ടുണ്ടോ? 1000 സ്ത്രീകൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ആനന്ദം കണ്ടെത്തിയേക്കാം. പക്ഷേ ഒരു സ്ത്രീ വേദനിക്കപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വേദനിക്കപ്പെട്ട സ്ത്രീയുടെ മാനസികാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ പൊതുസമൂഹം ഏത് രീതിയിലുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത് എന്നുള്ള ഒരു ക്ലാസുകൾ കൂടി എടുത്തു കൊടുക്കാൻ കൂടി നമ്മൾ തയ്യാറാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ ഇതാണ് എന്റെ നിലപാടെന്ന് അറിയിക്കുന്നു.